ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഫാസ് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മട്ടൺ റാൻ്റെ റെസിപ്പിയാണ്. അതോടൊപ്പം തന്നെ ചെറുതായിട്ട് നമ്മൾ ആഘോഷിച്ച ഈദിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മട്ടൺ റാൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ മട്ടൺ റാൻ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും മട്ടൻ്റെ ലെഗാണ് യൂസ് ചെയ്യുക. റാൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് മട്ടൻ്റെ ലെഗ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഒരു 2.5 കിലോഗ്രാം തൂക്കമുള്ള മട്ടൻ്റെ ലെഗാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ ആ ഒരു പീസ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ ഫാറ്റൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് കളയേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മളിത് വേവിച്ച് പിന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോഴേക്കും അതിൻ്റെ മുകളിലത്തെയൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മട്ടൺ വേവിക്കാനായിട്ട് വലിയൊരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ബിക്കോസ് നല്ല അത്യാവശ്യം വലുപ്പം നീളമുള്ളതുകൊണ്ട് ഞാൻ വലിയൊരു ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് നമുക്ക് ഈ മട്ടൺ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം മട്ടൺ നന്നായിട്ട് മുങ്ങി വേവാനുള്ള വെള്ളം വേണം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് മട്ടൺ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തിളച്ച വെള്ളം ആയതുകൊണ്ട് മട്ടൺ ഇട്ട ഉടനെ ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ഫ്ലെയിം ലോ ആക്കി സ്ലോ കുക്കിങ്ങിൽ നമ്മൾ 2 hours ഈ മട്ടൺ ഒന്ന് വേവിച്ചെടുക്കണം. ആക്ച്വലി ഒരു 80% ശരിയായാൽ മതി, വെന്താൽ മതി. കാരണം ബാക്കി നമ്മൾ ചുട്ടെടുക്കുമ്പോൾ മട്ടൺ വെന്തോളും. അപ്പോൾ മട്ടൺ വെന്ത് കഴിഞ്ഞ് കുറച്ച് ചൂടാറിയ ശേഷം വേണം പുറത്തേക്ക് എടുക്കാൻ, അല്ലെങ്കിൽ സൂക്ഷിക്കണം എടുക്കുമ്പോൾ. ചൂടോടെ എടുത്താലും നോ പ്രോബ്ലം, പക്ഷേ കൈ ഒന്ന് സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് അത് മാറ്റുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് മസാലകൾ പുരട്ടുന്നത്. പക്ഷേ മസാലകൾ പുരട്ടുന്നതിന് മുമ്പ് നമുക്ക് ഈ കത്തി വെച്ച് ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ മസാലകളെല്ലാം ഉള്ളിലോട്ട് നന്നായി പിടിക്കുള്ളൂ. ബിക്കോസ് അത്യാവശ്യം കണ്ടില്ലേ, തിക്കുണ്ട് ഇറച്ചി. അപ്പോൾ നമ്മൾ ജസ്റ്റ് മസാല മുകളിൽ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലത്തെ ഇതിലൊന്നും മസാല പിടിക്കില്ല. അപ്പോൾ നന്നായിട്ട് ഡീപ്പ് കട്ട്സ് ചെയ്യണം. നന്നായിട്ട് ഉള്ളിലോട്ട് ഇറക്കി വലിയ വലിയ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ളിലോട്ട് മസാല പുരട്ടുമ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഈ മട്ടനിലോട്ട് പുരട്ടാനുള്ള മസാല റെഡിയാക്കണം. അതിനായിട്ട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഉണ്ട്. പിന്നെ പച്ചമുളക് ഞാനൊരു 7-8 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ ചെറിയുള്ളിയും ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇത്രയും തിങ്സ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഈ മിക്സിയിൽ തന്നെ ബാക്കി മസാല പൊടികൾ കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ്. നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ഇടേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ബിക്കോസ് ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ടല്ലോ മട്ടൺ. അപ്പോൾ 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ഒഴിച്ചാലും മതി, ഏതെങ്കിലും ഒന്ന് ഒഴിച്ചാലും അല്ലെങ്കിൽ 2 കൂടി ചേർത്ത് ഒഴിച്ചാലും നോ പ്രോബ്ലം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മസാല നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി നമ്മൾ ഈ മട്ടനിലോട്ട് ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ മസാല എല്ലാം പുരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു അലുമിനിയം ഫോയിൽ പേപ്പറിൽ വെച്ച് നന്നായിട്ട് ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കാൻ പോവാണ്. ഞാനിത് ചെയ്യുന്നത് ഈദിൻ്റെ തലേദിവസമാണ് കേട്ടോ. ബിക്കോസ് നമ്മളിത് ഓവർനൈറ്റ് മാരിനേഷൻ ചെയ്യേണ്ട സംഭവമാണ്. എന്നാൽ മാത്രമേ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ നന്നായി ജസ്റ്റ് ഒന്ന് ഒഴിച്ച ശേഷം ഈ അലുമിനിയം ഫോയിൽ നന്നായിട്ട് കവർ ചെയ്ത് ടൈറ്റായിട്ട് കവർ ചെയ്ത് നമ്മൾ ഈ മട്ടൻ്റെ മസാല പുരട്ടിയ മാരിനേഷൻ നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഇത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈദ് ഡേൻ്റെ മോർണിംഗ് ആയി, ഒരു 5:30 ആയി ഇപ്പോൾ ടൈം. കാരണം ഇവിടെ സുബൈ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 to 20 മിനിറ്റ്സിൽ നമ്മൾ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച് കഴിയും. എന്നിട്ട് നേരെ പരിപാടികൾ തുടങ്ങാൻ കയറിയാലേ എല്ലാം തീരുള്ളൂ. അപ്പോൾ ഡെസേർട്ടിനായിട്ട് പാലട റെഡിയാക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് പാലടയ്ക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ പാലടയാണ് നമ്മുടെ ഡെസേർട്ട്. ഇതിൻ്റെ ന്യൂ ഡ്രസ്സ് കുളിപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ആൾക്ക് ന്യൂ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൺ റാന് നമ്മൾ കനലിലാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കരിയെല്ലാം കത്തിച്ച് നമ്മൾ കനൽ സെറ്റാക്കാൻ പോവാണ്.
അപ്പോൾ ഈ മട്ടൺ ഒന്ന് സെറ്റാക്കി എടുക്കാൻ നമ്മുടെ ബ്രദർ ഇൻ ലോ ആണത്, റൌഫ്, നന്നായി സഹായിച്ചു. താങ്ക് യു സോ മച്ച് റൌഫ്. അപ്പോൾ പെരുന്നാൾ ദിവസം ഒരു 10 മണിയാകുമ്പോഴാണ് നമ്മൾ ചുടാൻ സ്റ്റാർട്ട് ചെയ്തത്. മാരിനേറ്റ് ചെയ്ത് വെച്ചതാണല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 10 മണിക്കാണ്. ഒരുപാട് കനൽ അതിൻ്റെ ചൂട് ഹൈ ആയിട്ട് വരാൻ പാടില്ല. നമുക്കറിയാം, അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെച്ച് നമ്മൾ ഇതിൻ്റെ ചൂട് ക്രമീകരിച്ചിട്ട് വേണം ആക്കാൻ. ഒരുപാട് ചൂട് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ തീ വന്നു കഴിഞ്ഞാൽ പുറം കരിഞ്ഞു പോവും, ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്കിത് അറ്റ്ലീസ്റ്റ് ഒരു 2-2.5 hours എങ്കിലും ഇതിൽ വെച്ച് നന്നായിട്ട് ചെറിയ കനലിൽ ഇത് ചുട്ടെടുക്കണം. അപ്പോൾ ചുടുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ബ്രഷ് കൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് മസ്റ്റാണ്. ഇനി ഏകദേശം ആവുന്ന ടൈമിൽ നമ്മൾ നോക്കുന്നുള്ളൂ. പുറത്ത് നല്ല ചൂടാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മളിത് അങ്ങനെ ലീവ് ചെയ്യാൻ പോവുകയാണ്. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. ഒരു മണിക്കൂറോളം നമ്മൾ ഒരു 1 സൈഡ് വെച്ച് നമ്മളത് റോസ്റ്റ് ചെയ്തു. ഇനി നമ്മളത് ടേൺ ചെയ്ത് നെക്സ്റ്റ് സൈഡും കൂടി വെച്ച് കൊടുക്കണം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത മസാല കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി സ്പൈസിനെസ്സിന് വേണ്ടി അത് മുകളിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും മാരിനേഷൻ ചെയ്ത മസാല കുറച്ച് വെക്കാൻ നോക്കണം. എന്നാൽ മാത്രമാണ് ലാസ്റ്റ് ടൈമിൽ ഇത് നമ്മൾ ആക്കിയെടുക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് ഏകദേശം ആയി. ഇനി നമ്മൾ ഈ എക്സ്ട്രാ പുരട്ടിയ മസാല മാത്രം ഒന്ന് മൊരിയിച്ചെടുത്തതിനാൽ നമ്മുടെ മട്ടൻ റാന് സെറ്റായി കിട്ടും. അപ്പോൾ നന്നായിട്ട് മുകളിലോട്ട് എല്ലാ സ്ഥലത്തേക്കും ഈ മസാല, മാരിനേഷൻ്റെ മസാല വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ചുകൂടി ഓയിലും ആക്കി കൊടുത്ത് ഒരു അരമണിക്കൂറും കൂടി 2 സൈഡും നന്നായിട്ടും ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കോലോ എന്തെങ്കിലും ഇതുണ്ടാവില്ല, ഒരു അയണ്ട, അത് നമ്മൾ പപ്പടത്തിൻ്റെ കോലാണെങ്കിലും മതി. അത് വെച്ച് നന്നായിട്ടൊന്ന് കുത്തി നോക്കുക. സ്മൂത്തായിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ ഏകദേശം ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ, ഇറച്ചിയുടെ ആ എല്ലിൽ നിന്നൊക്കെ വേറിട്ട് വരുമ്പോൾ അതിൻ്റെ പാകം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മട്ടൻ റാൻ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കനലിൽ നിന്ന് മാറ്റി വെക്കാം. ഞാനൊരു വാഴയിലയിലോട്ടാണ് മാറ്റിയത്. ഏതെങ്കിലും ഒരു കൊള്ളുന്ന സെർവ് ചെയ്യണ പാത്രത്തിൽ ഇട്ടാലും മതി. എൻ്റെ മോള് പാവം നമ്മുടെ ഫ്രണ്ടിനെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പാവം ഒരുപാട് ക്ഷമിച്ചിരുന്നു കേട്ടോ. താങ്ക് യു ഫിറോസ്. അപ്പോൾ മട്ടൻ റാന് റെഡിയാവുന്ന ടൈമുണ്ട്. നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായി. നമ്മൾ തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് വെച്ചത്. മട്ടൻ ചുട്ടതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഫ്രൈ ഒരു സൈഡില്ലാതെ ഇവിടെ ശരിയാവില്ല പെരുന്നാളിന്. അതുകൊണ്ട് തന്നെ ബീഫ് ചില്ലിയാണ് നമ്മൾ ബിരിയാണിക്ക് സൈഡായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതും ഞാൻ ഇന്നലെ തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം നമുക്ക് പെരുന്നാളിൻ്റെ ദിവസം ഇതെല്ലാം ടൈം കിട്ടില്ലല്ലോ. അപ്പോൾ ബീഫ് ചില്ലി റെഡിയായി. അപ്പോൾ നമുക്കിനി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പി ഭക്ഷണം കഴിക്കാം. ഒരു 1 മണിയാകുമ്പോഴേക്കും ഏകദേശം എല്ലാം സെറ്റായിട്ടോ. നമ്മൾ ബ്രദർ ഇൻ ലോനെയും നമ്മുടെ ഒരു ഫ്രണ്ടിനെയാണ് ഇൻവൈറ്റ് ചെയ്തത്. അവർ 2 പേരും ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്നു. അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് നമുക്ക് എപ്പോഴും നമ്മുടെ പെരുന്നാളിനൊക്കെ എക്സ്ട്രാ ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് നമ്മൾ ഗസ്റ്റായിട്ട് വരുന്നത് നമുക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അല്ലെങ്കിൽ അത് വെറും ഒരു നോർമൽ ഡേ ആയി പോവും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ലഞ്ച് കഴിച്ചു. അപ്പോൾ ഈദിൻ്റെ ഈവനിങ് നമ്മൾ പുറത്ത് പോകാനിരുന്നതാണ്. ആക്ച്വലി കുട്ടികളുടെ അടുത്ത് പ്രോമിസ് ചെയ്തതാണ്. പക്ഷേ പുറത്ത് ഭയങ്കര ഹ്യൂമിഡിറ്റി ആയ കാരണം നമുക്ക് കുട്ടികളുടെ മോൾസിൽ അലൗഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഫാമിലി വിളിച്ചത്. നോക്കുമ്പോൾ അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ വരാമെന്ന് സമ്മതിച്ചു. അതിൽ നമുക്ക് വളരെ ഹാപ്പിയാണ്. ആക്ച്വലി അവർക്കും കൊച്ചു കുട്ടിയാണുള്ളത്. അപ്പോൾ ആ മോളും എല്ലാവരും കൂടി നന്നായിട്ട് ടൈം എൻജോയ് ചെയ്തു. ഈദ് ദിനം അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയി, അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈദും ആഘോഷിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you so much for your time. Thank you for watching. Stay blessed.